നമസ്കാരം. ഇരട്ടച്ചങ്കനായ മുഖ്യമന്ത്രിയെ മൂലക്കിരുത്തി മറ്റു ചിലർ കേരളം ഭരിക്കുകയാണോ? പ്രത്യേകിച്ചും ആഭ്യന്തര വകുപ്പ്. ഈ ചോദ്യം പല ഘട്ടങ്ങളിലും കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. പ്രതിപക്ഷവും സർക്കാരിനെയും മുഖ്യമന്ത്രിയും ഒക്കെ വിമർശിക്കുന്നവർ ഇത് പലതവണ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള, അതായത് ഭരണകക്ഷിയുടെ ഭാഗത്തു നിന്നുമുള്ള MLA ആയ CPIM-ൻ്റെ MLA ആയ PV അൻവർ ഇന്ന് രാവിലെ അല്പസമയം മുമ്പ് നടത്തിയ പത്രസമ്മേളനത്തിൽ ഇതിനെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് അദ്ദേഹം ധാരാളം ആരോപണങ്ങൾ ഉന്നയിച്ചു. ആ ആരോപണങ്ങളെല്ലാം കേരള പോലീസിൻ്റെ ADGP MR അജിത് കുമാറിനും മറ്റു ചിലർക്കുമെതിരെയാണ്. പ്രധാനമായും ആരോപണം ADGP MR അജിത് കുമാറിനെതിരെയാണ്. പക്ഷേ ഈ ആരോപണങ്ങളെല്ലാം ചെന്ന് തറയ്ക്കുന്നത് പോലീസ് വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയിലേക്കാണ് എന്ന് വ്യക്തമാണ്. എന്താണ് ഈ PV അൻവറിൻ്റെ ഉദ്ദേശം എന്ന് വ്യക്തമായിട്ടില്ല. അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി കേരള പോലീസിലെ പല ഉദ്യോഗസ്ഥരുമായും കൊമ്പുകോർക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം പുറത്തുവിട്ട ഒരു ശബ്ദരേഖ, അത് പത്തനംതിട്ട SP-യും MLA-യുമായുള്ള സംഭാഷണം. ഈ സംഭാഷണത്തിലെല്ലാം വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ADGP MR അജിത് കുമാറിനെതിരെ ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തൃശ്ശൂർ പൂരം കലക്കിയതിന് പിന്നിൽ ADGP അജിത് കുമാറാണെന്നും മാത്രമല്ല കേരളത്തിലെ ഒരു പ്രമുഖ ഡിജിറ്റൽ മാധ്യമ സ്ഥാപനം 1.5 കോടി രൂപ കേസിൽ നിന്ന് ഒഴിവാക്കി കിട്ടുന്നതിനായി ഈ അജിത് കുമാറിന് കൈക്കൂലി കൊടുത്തു എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് ഈ ഫോൺ ശബ്ദരേഖയിൽ ഉണ്ടായിരുന്നത്. ഇങ്ങനെ അതീവ ഗുരുതരമായ ഈ ആരോപണം വന്നിട്ട് പോലും മുഖ്യമന്ത്രി ഇതുവരെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. അത് പലതരത്തിലുള്ള സംശയങ്ങൾക്ക് ഇട നൽകിയിട്ടുണ്ട്. ഈ 3 പേരെയും, അതായത് പത്തനംതിട്ട SP ആയിട്ടുള്ള സുജിത് കുമാർ, അദ്ദേഹമാണ് ഇത്തരത്തിലുള്ള ചില ആരോപണങ്ങൾ MLA-യോട് പറയുന്നത്. ഈ പത്തനംതിട്ട SP സുജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അജിത് കുമാർ. എങ്കിൽ പോലും തൽക്കാലം അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്കില്ല, വകുപ്പ് തല അന്വേഷണത്തിൽ കാര്യങ്ങൾ ഒതുക്കും എന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം വാർത്ത വന്നിരുന്നത്. അജിത് കുമാർ, അതുപോലെ തന്നെ സുജിത് കുമാർ, പിന്നീട് PV അൻവർ, ഇനി കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഈ 3 പേരോടും നടത്തരുത് എന്ന് ധാരണയിൽ ഈ പ്രശ്നം അങ്ങനെ വെളിച്ചത്ത് വരാതെ, അല്ലെങ്കിൽ ഈ പ്രശ്നം ഒതുക്കി തീർക്കാനുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നും വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഇതിനെയൊക്കെ അപ്പുറം, അല്ലെങ്കിൽ ഇതൊക്കെ കള്ളമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിൽ ഇന്നിതാ PV അൻവർ വീണ്ടും വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നു. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് എന്ന് തന്നെ പറയാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം കേരളത്തിലെ ഫോൺ ചോർത്തലിനെ കുറിച്ചാണ്. ഈ ഫോൺ ചോർത്തൽ നടത്തുന്നത് കേരള പോലീസാണ്. കേരളത്തിലെ പോലീസിൻ്റെ ADGP അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഫോൺ ചോർത്തൽ നടത്തുന്നത്. അജിത് കുമാറിന് ഒരു അസിസ്റ്റൻറ്റിനെ നൽകിയിട്ടുണ്ട്. ഈ അസിസ്റ്റൻറ്റിൻ്റെ പണി കേരളത്തിലെ പ്രധാനപ്പെട്ടവരുടെ എല്ലാം ഫോണുകൾ ചോർത്തുകയാണ് എന്നതാണ്. കേരളത്തിലെ മന്ത്രിമാരുടെ ഫോണുകൾ ചോർത്തുന്നുണ്ട്, പ്രതിപക്ഷ നേതാക്കളുടെ ഫോണുകൾ ചോർത്തുന്നുണ്ട്, പത്രക്കാരുടെ ഫോണുകൾ ചോർത്തുന്നുണ്ട് എന്നൊക്കെയുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് പ്രതിപക്ഷത്തു നിന്നുള്ള ഒരു രാഷ്ട്രീയക്കാരനല്ല, മറിച്ച് CPIM-ലെ അല്ലെങ്കിൽ ഭരണമുന്നണിയിൽപ്പെട്ട ഒരു MLA ആണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്നത് ഈ ആരോപണത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. തീർച്ചയായും മന്ത്രിമാരുടെ ഫോണുകളൊക്കെ ചോർത്തുന്നു എന്ന് പറഞ്ഞാൽ, അതും കേരള പോലീസിലെ ഒരു സൈബർ വിഭാഗം ചോർത്തുന്നു എന്ന് പറഞ്ഞാൽ, തീർച്ചയായും ഭരണഘടനാ വിരുദ്ധമായ പലതും ഈ കേരളത്തിൻ്റെ ഭരണരംഗത്ത് നടക്കുന്നു എന്നാണ് ഈ ആരോപണങ്ങൾ ശരിയാണ് എങ്കിൽ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് കേരള പോലീസിലും പൊട്ടിക്കൽ സംഘങ്ങൾ ഉണ്ട് എന്നാണ്. പൊട്ടിക്കൽ സംഘങ്ങൾ എന്ത് എന്ന് ചോദിച്ചാൽ അത് കേരളീയർക്ക് എല്ലാവർക്കും ഇപ്പോൾ സുപരിചിതമായ ഒരു പദമാണ്. അതായത് കേരളം ഒരു സ്വർണ്ണക്കടത്തിൻ്റെ ഹബ്ബാണ് എന്ന് നമുക്കറിയാം. വർഷങ്ങളായി കേരളത്തിലേക്ക് സ്വർണ്ണക്കടത്ത് ധാരാളം നടക്കുന്നുണ്ട്. ധാരാളം കേസുകൾ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പിടികൂടുന്നുണ്ട്. ഒരു ദിവസം ഒരു വാർത്തയെങ്കിലും സ്വർണ്ണക്കടത്ത് പിടികൂടി എന്ന വാർത്ത നമുക്ക് മാധ്യമങ്ങളിലൂടെ വായിച്ചെടുക്കാൻ സാധിക്കും. പക്ഷേ ഈ പിടികൂടുന്നതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിയാണ് ഈ പറയുന്ന യഥാർത്ഥത്തിൽ നടക്കുന്ന സ്വർണ്ണക്കടത്ത് എന്ന് നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഈ സ്വർണ്ണക്കടത്ത് നടത്തുന്ന സംഘങ്ങളെ വേട്ടയാടിക്കൊണ്ട് അവർ സ്വർണം കടത്തിക്കൊണ്ടുവരുമ്പോൾ അവരെ വിമാനത്താവളത്തിന് പുറത്ത് വെച്ച് പിന്തുടർന്ന് ഈ കടത്ത് സ്വർണം ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുക്കുന്ന ചില ഗുണ്ടാ സംഘങ്ങളുണ്ട്. ഈ സംഘങ്ങളെയാണ് പൊട്ടിക്കൽ സംഘങ്ങൾ എന്ന് പറയുന്നത്. ഇത് കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ചും CPIM-ൻ്റെ ഒരു പ്രമുഖനായ നേതാവിൻ്റെ മകനാണ് ഈ പൊട്ടിക്കൽ സംഘത്തിൻ്റെ കോർഡിനേറ്റർ എന്ന് വരെ ഈ
അടുത്ത കാലത്തായി ആരോപണങ്ങൾ ഉയർന്നിരുന്നതാണ്. ഇങ്ങനെ പൊട്ടിക്കൽ സംഘവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായിട്ടുള്ളവർ പലരും CPIM-ഉമായും അതിൻ്റെ യുവജന സംഘടനയായ DYFI-യുമായും ഒക്കെ സഹകരിച്ച് പ്രവർത്തിക്കുന്നവരാണ് എന്നും പിന്നീട് തെളിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പൊട്ടിക്കൽ സംഘങ്ങൾ കേരള പോലീസിലുണ്ട് എന്നാണ് ഇന്ന് PV അൻവർ ആരോപിച്ചിരിക്കുന്നത്. അതായത് ഡാൻസ് ഓഫ് ടീമിനെ ഉപയോഗിച്ചുകൊണ്ട് കസ്റ്റംസിൽ നിന്നും വിവരങ്ങൾ ചോർത്തി കസ്റ്റംസ് ക്ലിയറൻസ് നൽകി പുറത്തേക്ക് വരുന്ന ഈ സ്വർണം പിന്തുടർന്ന് പിടിക്കുകയും പോലീസ് സംഘത്തിലെ ചില ആളുകൾ ഈ സ്വർണത്തിൻ്റെ 60% വരെ കൈക്കലാക്കുകയും ചെയ്യുന്നു എന്നാണ് PV അൻവർ ആരോപിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഈ ഡാൻസ് ഓഫ് സംഘത്തെ ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ ആ സംഘത്തിൻ്റെ തലവൻ ADGP MR അജിത് കുമാർ ആണ് എന്ന് അദ്ദേഹം വളരെ ഗൗരവത്തോട് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ മൂന്നാമത്തെ കാര്യമാണ് നമ്മുടെ തലക്കെട്ടുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്നത്. അതായത് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് 29 വകുപ്പുകളുടെ ചുമതലയുണ്ട്. ഈ 29 വകുപ്പുകളും ഒരാളെ കൊണ്ട് നോക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ 29 വകുപ്പുകളിലും ഓരോരുത്തരെ തലവന്മാരായി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ തലവന്മാരുമായിട്ടാണ് മുഖ്യമന്ത്രി ആശയവിനിമയം നടത്തുക. എന്നാൽ ഈ വകുപ്പുകളിൽ പലരും മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് വലിയ വീഴ്ചകൾ സംഭവിക്കുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തിരിച്ചറിയുന്നതിൽ എന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. PV അൻവറിൻ്റെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ അടങ്ങുന്ന വാർത്താ സമ്മേളനമാണ് ഇന്ന് നടന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. സ്വർണ്ണക്കടത്ത് സംഘങ്ങളെ വേട്ടയാടുന്ന പൊട്ടിക്കൽ സംഘങ്ങൾ കേരള പോലീസിലുണ്ട്. ഈ പൊട്ടിക്കൽ സംഘങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് നേരത്തെ സൂചിപ്പിച്ച ഈ പത്തനംതിട്ട SP ആയിട്ടുള്ള സുജിത് കുമാറാണ്. പത്തനംതിട്ട SP ആയിട്ടുള്ള സുജിത് കുമാർ നേരത്തെ IPS-ലേക്ക് വരുന്നതിന് മുമ്പ് കസ്റ്റംസിലായിരുന്നു എന്നും ഈ PV അൻവർ പറയുന്നുണ്ട്. ഈ ബന്ധം ഉപയോഗിച്ചുകൊണ്ടാണ് വിമാനത്താവളത്തിന് പുറത്തേക്ക് ഇങ്ങനെ കടത്ത് സ്വർണം വരുന്നത്. വിമാനത്താവളത്തിന് പുറത്തു വെച്ച് പോലീസ് കടത്ത് സ്വർണം പിടികൂടുന്ന നിരവധി വാർത്തകൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ ഈ അടുത്ത കാലത്തായി വായിക്കുന്നുമുണ്ട്. ഇതെല്ലാം ഈ അൻവറിൻ്റെ ഈ വെളിപ്പെടുത്തലുകളുമായി ചേർത്ത് വയ്ക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഭരണപക്ഷത്തെ ഒരു MLA തന്നെ ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം അല്ലെങ്കിൽ ആരോപണങ്ങളുടെ കെട്ടഴിച്ചിരിക്കുകയാണ്. ഇത് ഈ കേരള രാഷ്ട്രീയത്തിൽ എന്ത് പ്രത്യാഘാതമാണ് ഉണ്ടാക്കാൻ പോവുക എന്നറിയില്ല. തീർച്ചയായും PV അൻവർ ഉന്നയിച്ചിരിക്കുന്നത് അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ്. ഈ ആരോപണങ്ങളിൽ ബന്ധപ്പെട്ടവർ എങ്ങനെ പ്രതികരിക്കും എന്നതാണ് ഇനി വരും മണിക്കൂറുകളിൽ കാണേണ്ടത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.